ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഗോവയിൽ നിന്ന് രാവിലെ തന്നെ തിരിക്കുകയാണ് മുംബൈയിലേക്ക്. ഇന്നലെ രാത്രി നമ്മൾ ഗോവയിലെത്തി. ഇന്ന് രാവിലെ ഒരു 8 മണിയായപ്പോൾ തന്നെ നമ്മൾ മുംബൈയിലേക്ക് തിരിക്കുകയാണ്. ഗോവയിലെ റോഡൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറച്ച് ചെറിയ റോഡാണെന്നുള്ളൂ. ഗോവയിലും ഇന്നലത്തേതുപോലെ തന്നെ നല്ല മഴയാണ്. രാവിലെ മുതൽ ഇന്നലെ രാത്രിയും മഴയുണ്ട്, ഇന്ന് രാവിലെയും അതേ കാലാവസ്ഥ തന്നെയാണ്, മഴ തന്നെയാണ്. അപ്പോൾ മഴയായപ്പോൾ തന്നെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കൂടി. മുന്നോട്ട് പോയി നോക്കാം എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ എന്ന്. ഗോവ പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് വളരെ മനോഹരമായിട്ടാണ് റോഡുകളൊക്കെ പണിതിരിക്കുന്നത്. ആ പാലം തന്നെ നമുക്ക് കണ്ടാൽ അറിയാം, വളരെ ഭംഗിയായിട്ട് തന്നെ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഗോവ എന്ന് പറയുന്നത്. ഗോവയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടെങ്കിലും നമ്മുടെ സമയക്കുറവ് മൂലം നമ്മൾ ഗോവയിലൊന്നും നിൽക്കുന്നില്ല, നേരെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പവും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ കഴിച്ചത്. ഇനി നമുക്ക് ലഞ്ച് തയ്യാറാക്കണം. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു നല്ല ഗ്യാപ്പ് കിട്ടിയാൽ, മഴ പൊടിയുന്നതൊക്കെ ഒന്ന് ഒഴിഞ്ഞ് കിട്ടിയാൽ, ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അവിടെ വെച്ച് ലഞ്ച് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ള ഒരു ധാരണയിലാണ് പോകുന്നത്.
അപ്പോൾ നമ്മൾ ലഞ്ച് റെഡിയാക്കുന്നതിന് വേണ്ടി നിർത്തിയാണ്. നെച്ചോറും കുറച്ച് ബീഫ് വരട്ടിയതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ചിക്കൻ ഇടിയിറച്ചി ഒക്കെ ഉണ്ട്. അതൊക്കെ ഇൻസ്റ്റൻ്റാക്കി ഉണ്ടാക്കി കൊണ്ടുവന്ന് കുപ്പിയിലാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നുള്ളതാണ്. ഏകദേശം ഗോവ കഴിയാറായി, മഹാരാഷ്ട്ര ബോർഡറിലെത്താനായി. ഗോവ വരെ നല്ല റോഡാണ്. മഹാരാഷ്ട്ര ബോർഡർ കയറുന്നുള്ളൂ ഞങ്ങൾ. ഇതിലൊന്നും ഗോവ വരെ അടിപൊളി റോഡാണ്. എന്തായാലും ഒരു കുഴപ്പമില്ല. മഹാരാഷ്ട്ര ബോർഡർ വരെ ഒരു കുഴപ്പമില്ല. നല്ല സ്മൂത്ത് റോഡായിട്ട് തന്നെയാണ് പോകുന്നത്. ചെറിയൊരു സ്ട്രീറ്റ് ആണെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് എൻ്റർ ചെയ്തു. റോഡ് പല സ്ഥലത്തും എന്താ പറയുക പൊട്ടിപ്പൊളിഞ്ഞും പണിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. പല സ്ഥലത്തും ഡീവിയേഷൻസ് പറയുന്നുണ്ട്. ടോളുകളൊക്കെ പല സ്ഥലത്തും അടഞ്ഞു കിടക്കുകയാണ്. ടോളുകൾ എനിക്ക് ഒന്ന് പൊളിച്ചു മാറ്റി പുതുക്കി പണിയാനോ എന്താ അറിയില്ല. ഒരുവിധ സ്ഥലത്തൊന്നും ടോള് വർക്കിംഗ് അല്ല. എല്ലാ സ്ഥലത്തും ടോളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. റോഡ് വളരെ മോശം എന്ന് പറഞ്ഞാൽ ഇപ്പം ഗോവ കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നോട് കൂടിയിട്ട് വളരെ മോശം റോഡാണ് ഉള്ളത്. നമ്മൾ NH66 ഒരു ഡീവിയേഷൻ കണ്ടിട്ട് തിരിഞ്ഞ് വേറെ റോഡിന് കയറിയത്. രാത്രി അതുകൊണ്ട് എവിടെയാണെന്ന് നോക്കാൻ കഴിഞ്ഞു. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഡീവിയേഷൻ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞ് കയറിയപ്പോൾ വളരെ ചെറിയൊരു റോഡിലേക്ക് കയറി. ഭയങ്കര ചുരവും ഒക്കെ ആയിട്ട് ഒരു വാഹനമോ ഒന്നുമില്ലാത്ത വളരെ ഇടുങ്ങിയ എന്താ പറയുക ചെറിയ റോഡ്. ഭയങ്കര ചുരം മാതിരി എയർപിൻ വളവുകളൊക്കെ ഉള്ളൊരു റൂട്ടിലൂടെ കയറി. റേഞ്ചും പല സ്ഥലത്തില്ല. ഭയങ്കരമായിട്ട് കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് 66 ഏകദേശം 10-25 കിലോമീറ്റർ അങ്ങനത്തെ റോഡിലൂടെ നമുക്ക് ഓടേണ്ടി വന്നു. ഒന്നാമത് ആ സമയം അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ ലേറ്റ് ആയിരുന്നു. പിന്നെ ഡീവിയേഷൻ നമ്മൾ വിചാരിച്ച് ഷോർട്ടായിരിക്കും എന്നുള്ള ഇതിലാണ് വന്നത്. വേറെ വാഹനങ്ങളും കണ്ടില്ല. അപ്പോൾ ഏകദേശം രാത്രി 2 മണിയായി. നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നില്ല. ഇവിടെ ഇന്ന് ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ ചാർജ് ഇട്ടിട്ട് ഇവിടെ ചോദിച്ചപ്പോൾ ചെയ്തോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബാക്കി യാത്ര നമുക്ക് രാവിലെ ആക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടത്. റോഡൊക്കെ വിജനമായ റോഡാണ്. വളരെ മോശമാണ് റോഡ്. വഴി തെറ്റിയതല്ല. നമ്മൾ ആ ഗൂഗിൾ മാപ്പിൽ നോക്കി വന്നപ്പോൾ ഡീവിയേഷനിൽ വന്ന ഇതിലൊക്കെ നമ്മൾ ഒരുപാട് സമയം പോയി. ബാക്കി യാത്ര നമുക്ക് രാവിലെ ആവാം. അപ്പോൾ ഇന്നലെ ടെൻ്റ് അടിച്ചോടന്ന് നമ്മൾ രാവിലെ ഒരു 5:30 മണിക്ക് എഴുന്നേറ്റ് 6 മണിയായപ്പോൾ തന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി. കാരണം ഇന്നലെ രാത്രി തന്നെ നമ്മൾ മുംബൈ പിടിക്കണം എന്നുള്ളൊരു കാൽക്കുലേഷനിലായിരുന്നു. എല്ലാ കാൽക്കുലേഷനും നമുക്ക് അവിടെ ഡീവിയേഷനിൽ വഴി മാറിയതോടുകൂടി തന്നെ എല്ലാ കാൽക്കുലേഷനും നമുക്ക് പോയി. നമ്മളെ സമയം മുഴുവൻ പോയി. ഏകദേശം ഇന്നലെ രാത്രിയോടുകൂടി നമ്മൾ എന്തായാലും മുംബൈ പിടിക്കുമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഉച്ചയെങ്കിലാവും. റോഡ് വളരെ മോശമായതുകൊണ്ട് ഇനി മുന്നോട്ട് എന്താ അവസ്ഥ എന്നുള്ള ഒന്നും നമുക്കറിയില്ല. ഇപ്പോൾ കുറച്ച് ചുരംമാരി ഉള്ള റോഡുകളൊക്കെ തന്നെയാണ്. വലിയ കയറ്റമൊക്കെ ആയിട്ട് ഈ ടാറിങ്ങിന് പകരം എനിക്ക് തോന്നുന്നു ഇവിടെ കോൺക്രീറ്റ് എന്തൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ടിക് 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 എന്ന് പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ശബ്ദമാണ് വാഹനം ഓടുമ്പോൾ തന്നെ വരുന്നത്. പല സ്ഥലത്തും ഡീവിയേഷൻസ് ഒക്കെ മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ച് തിരിച്ചു വിടുക ചെയ്യുന്നത്. പിന്നെ മല ഇടിഞ്ഞതിൻ്റെ ഒരു ഭാഗം കെട്ടി വെച്ച ഇതൊക്കെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ കാണാം. ശരിക്കും നല്ല മനോഹരമായ ഒരു കാഴ്ചയിലുള്ളൊരു സ്ഥലമാണ് ഈ റൂട്ട് NH66 എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഭാഗികമായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു രണ്ടാമതും പുതുക്കി പണിയാനുള്ളൊരു ശ്രമത്തിലായിരിക്കും. ടോളുകളെല്ലാം അടച്ചിരിക്കുകയാണ്. ടോളുകളൊന്നും ഇല്ല ഇപ്പോൾ. സമയം ഏകദേശം 2:30 മണി കഴിഞ്ഞ് നമ്മൾ മുംബൈ സിറ്റിയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഇവിടെ നല്ല മഴയുണ്ട്. ഇപ്പോൾ ടെൻ്റ് അടിക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റോഡൊക്കെ വളരെ മോശമാണ്. ഏകദേശം മുംബൈ
എത്താനായി നമ്മൾ. അപ്പോൾ നമ്മൾ നോക്കുക, ചിലപ്പോൾ നമുക്ക് ഒന്ന് റൂം എടുക്കേണ്ടി വരും. ഇന്നത്തെ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്യണം. 2 ദിവസമായില്ലേ, അപ്പോൾ ഇന്നൊന്ന് 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ മുംബൈയിൽ എത്തി. ഇന്ന് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. വൈകുന്നേരം നമ്മളൊരു 3 മണിയാകുമ്പോഴേക്ക് മുംബൈ സിറ്റിയിൽ എൻ്റർ ആയിട്ടുണ്ട്. പക്ഷേ ഒരു 2-3 മണിക്കൂറിന് മുകളിൽ നമുക്ക് ഏകദേശം ട്രാഫിക് കൂട്ടി. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ചാർജ് സോണിൻ്റെ ഒരു ചാർജ് ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ കാർ ചാർജിലിട്ടു. ഇനി ഇവിടെ നമുക്ക് നാളെ പോകാനുള്ള ഹൈവേയിൽ കണക്കാക്കിയിട്ട് റൂം നമുക്ക് സംഘടിപ്പിക്കണം. ആ റൂം എടുത്ത് ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് ബാക്കി യാത്ര രാവിലെ തുടങ്ങും. മുംബൈ ടു സൂറത്ത് എന്നുള്ള ഒരു പാർട്ട് നാളെ രാവിലെ മുതൽ തുടങ്ങാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇന്നല്ല, ഈ ഒരു നമ്മുടെ ഗോവ ടു മുംബൈ റീച്ചിൽ നമുക്ക് ചാർജ് ചെയ്തത് 2576 രൂപയുടെ റീചാർജാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏകദേശം കുറച്ചൊരു 10-40% ബാലൻസ് കാറിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. ബാക്കി ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയതും ഒക്കെ ആയതുകൊണ്ട് വേറെ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. ടോള് പല സ്ഥലത്തും ടോൾ ബൂത്തുകളൊക്കെ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ടോള് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം ഇതിൽ ഈ റീചാർജിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. 2576 രൂപയുടെ എക്സ്പെൻസാണ് നമുക്ക് ആയത്. ബാക്കി വീഡിയോ നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. ഓക്കെ, ബൈ.